ഹലോ. അപ്പം അങ്ങനെ ചെന്നൈയിൽ നിന്ന് തിരിച്ച് കൊച്ചിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ്. ഇപ്പം എയർപോർട്ടിലേക്കാട്ടോ പോകുന്നത്. അപ്പം എനിക്ക് 7 മണിക്കാണ് ഫ്ലൈറ്റ് ഉള്ളത്. അപ്പം എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ്. ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു 4 ദിവസമായിരുന്നു. കാരണം നല്ലൊരു ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ പറ്റി. പിന്നെ ഞാനതിന് താങ്ക്സ് പറയേണ്ടത് ജവഹർ സാറിൻ്റെ അടുത്താണ്. കാരണം നല്ലൊരു ക്യാരക്ടർ എനിക്ക് ചെയ്യാനായിട്ട് പറ്റി. പിന്നെ ചെന്നൈയിൽ ഭയങ്കര മഴ കേട്ടോ. ഇപ്പോൾ കുറച്ച് ഒന്ന് ഇതായിട്ടുണ്ട്. ഞാനിപ്പോൾ എയർപോർട്ട് എത്തുന്ന വരെ മഴ വരരുതേ എന്ന് പറയുക. കാരണം മഴ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ അവസ്ഥ വളരെ ദയനീയമാണ്. നമ്മുടെ നാട്ടിലെ പോലെയൊന്നും അല്ല. ഭയങ്കര ബുദ്ധിമുട്ടായി പോകും. അത് അങ്ങനത്തെ ഒരു വലിയൊരു പ്രശ്നമുണ്ട്. അപ്പം എങ്ങനെയെങ്കിലും മഴ വരുന്നതിന് മുമ്പ് എയർപോർട്ട് എത്തണം എന്നുള്ള ഒരു ഇതിൽ നിൽക്കുവാണ്. പിന്നെ വേറെന്താ പറയുക, അങ്ങനെ ഇനി ഇപ്പം അടുത്തതിന് എപ്പോഴാണ് നമ്മൾ തിരിച്ചു വരണമെന്നൊന്നും അറിയില്ല. നെക്സ്റ്റ് ഇത് എങ്ങനെയാണെന്നുള്ളത് എത്രാം തീയതിയാണെന്നൊന്നും അറിയില്ല. എന്തായാലും ഇപ്പം ഞാൻ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ നാട്ടിലും മഴയാന്നൊക്കെ അറിഞ്ഞു. ഇപ്പോൾ നാട്ടിലെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. എന്തായാലും ഞാൻ വന്നിറങ്ങുന്ന സമയത്ത് ഇനി അവിടെ മഴയാണെങ്കിൽ അവിടെ നിന്ന് ഇനി ഊബർ വിളിച്ച് പോകുന്ന സമയത്ത് അവിടുത്തെ അവസ്ഥ എന്താണെന്നൊന്നും അറിയില്ല. എന്തായാലും ഭയങ്കര ഹാപ്പിയാണ് ഞാൻ. അത്രയേ ഉള്ളൂ. നല്ലൊരു കോഫി കുടിക്കണം. എയർപോർട്ടിൽ ചെന്നിട്ട് അവിടെ ഒരു മെഡ്രാസ് കോഫി ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ആ കോഫി കുടിക്കാന്നൊക്കെ ഉള്ള ഒരു പ്ലാനിങ്ങിലാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ദേ എയർപോർട്ടിലേക്ക് എൻട്രി ആയി. ഡൊമസ്റ്റിക് എയർപോർട്ടിലേക്ക് പോകുകയാണ് കുട്ടികളെ. എയർപോർട്ടിലേക്ക് പോവുകയാണ്. ഇത് ഇന്റർനാഷണൽ താനേ. இதுக்குள்ளே போயிட்டு லாஸ்ட்ல போன இன்டர்நேஷனல். ஓகே அதுக்கு முன்னாடில இருந்து இதல்ல. ഓക്കേ അങ്ങനെ നമ്മൾ എയർപോർട്ടിലേക്ക് കടന്നു. ഇവിടെ കംപ്ലീറ്റ് നല്ല ഭംഗിയായിട്ടുണ്ട് കാണാനായിട്ട്. ആ കാണുന്നത് മെട്രോ ആണ് കേട്ടോ. ആ റൗണ്ട് ആയിട്ട് ആ നീല കളർ കണ്ടു, അത് മെട്രോ ആണ്. മെട്രോ സ്റ്റേഷൻ இல்ல தம்பி, மெட்ரோ ஸ்டேஷன் உள்ளே மெட்ரோ போகுது இல்ல. இங்க எங்க ஊர்ல வந்து அங்க ஏர்போர்ட் வரைக்கும் மெட்ரோ கிடையாது. பாதி தான் இருக்கு கொச்சின்ல. இங்க வரைக்கும் இறங்கும். சோ உள்ள போயிட்டு ஹேராபுக்குள்ள போயிட்டு உள்ளே போறதுக்கு மேலே வழி இருக்கு. அப்படியே நடந்து ஸ்டெப்ல போய்க்கலாம். ஓ சூப்பர். மெட்ரோல வந்தா இன்னும் பக்கமா. ஓகே சூப்பர். நல்லா தான் இருக்கு. அங்க வந்து பாதி வரைக்கும் தான் இருக்கும். ஓகே. അങ്ങനെ എയർപോർട്ടിൻ്റെ ഉള്ളിൽ എത്തിയിട്ടോ. ഈ ഇൻഡിഗോൻ്റെ ഇത് വരുന്നത് ആ ലാസ്റ്റാന്ന് തോന്നുന്നത്. കുറേ ദൂരം പോകണം. നടക്കുന്ന കാര്യം ആലോചിച്ചിട്ടോ. കുറേ ഉണ്ട് നടക്കാൻ. ലഗേജും ഉണ്ട്. സോ കുറേ ടൈം എടുക്കും. നോക്കാം. എന്തായാലും അപ്പുറത്തെ സൈഡിലേക്ക് പോകണം. നോക്കട്ടെ ഇവിടെ നോക്കിയാൽ കണ്ടോ? അവരെന്നെ ഫോട്ടോ ഒക്കെ എടുത്ത് എന്താണാവോ ദൈവത്തിനറിയാം. അവരെനിക്ക് ബോർഡിംഗ് പാസ് ആയിരുന്നൊക്കെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. എന്തിനാണാവോ ദൈവത്തിനറിയാം. അങ്ങനെ എയർപോർട്ടിൽ നിന്ന് കോഫി കുടിക്കേണ്ട വന്നു കേട്ടോ. മദ്രാസ് കോഫി ഒന്നും ഇല്ല ഇവിടെ. കാരണം അത് അറൈവലിൻ്റെ അവിടെ മാത്രമേ ഉള്ളത്, ഇവിടെ ഇല്ല. അതുകൊണ്ട്
ഇവിടെ നിന്ന് ഒരു കോഫി വാങ്ങിച്ച് വേറെ നിവർത്തിയില്ലാത്തത് കൊണ്ട് കേട്ടോ. കാരണം ഭയങ്കര റേറ്റാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. കോഫി കുടിച്ചില്ലെങ്കിൽ തലവേദന എടുക്കും, അല്ലെങ്കിൽ ചായ കുടിച്ചില്ലെങ്കിൽ തലവേദന എടുക്കും. എന്ത് ചെയ്യാൻ പറ്റും? നടക്കുവാണ് ഗൈസ്, നടക്കുകയാണ്. അങ്ങനെ നമ്മൾ 1 മുതൽ 4 വരെ ഉള്ളതിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ലാസ്റ്റ് മിനിറ്റിൽ ഇവർ ഗേറ്റ് നമ്പർ മാറ്റിയിട്ടോ. 3-ലായിരുന്നേ. ഇപ്പോൾ ദേ 15-ലേക്ക് പോയിക്കൊണ്ടിരിക്കുക. കുറേ ദൂരം കണ്ടോ. ലാസ്റ്റ് മിനിറ്റിൽ അവർ ഗേറ്റ് ചേഞ്ച് ചെയ്തു. കുഴപ്പമില്ല, എസ്കലേറ്റർ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഇല്ലെങ്കിൽ പെട്ടുപോയേനത്. ഓടി പിടിച്ചിട്ട് മേളിൽ നിന്ന് താഴെ ഡൗണിലേക്ക് വന്നു. ഇവിടെ 15-ലാണ് ഉള്ളത്. ഗേറ്റ് നമ്പർ 15. ഇറങ്ങുമ്പോൾ തന്നെയാണ്, കുഴപ്പമില്ല. എന്തൊരു ബുദ്ധിമുട്ടാണ് നീ ലാസ്റ്റ് മിനിറ്റിലൊക്കെ മാറ്റുമ്പോഴേ. ഭയങ്കര കഷ്ടമായിപ്പോയി. അത് ഞാൻ നോക്കിയുമില്ല. കൂടെ അടുത്തിരുന്ന ഒരു കുട്ടി പറയുകയും ചെയ്തത് ഇവർ ചേഞ്ച് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോഴാണ് അറിയുന്നത്. നോക്കാം എന്താണെന്നുള്ളത്. കൊച്ചിയിൽ വന്നിറങ്ങി ഭയങ്കര ഡിലേ ആയിപ്പോയി ഫ്ലൈറ്റ്. വല്ലാത്ത അവസ്ഥയായിപ്പോയി. ഭയങ്കര അവസ്ഥ എന്ന് വെച്ചാൽ ഭയങ്കര അവസ്ഥയായിപ്പോയി. 8 മണിക്ക് എത്തേണ്ടത് 8:44 ഇപ്പോൾ സമയം. വേറെ നിവർത്തിയില്ല, എന്ത് ചെയ്യാൻ പറ്റും? പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി എപ്പോൾ എത്താനാ? ഭയങ്കര അവസ്ഥയായിപ്പോയി. ബാഗിന് വെയിറ്റ് ചെയ്യണം. അങ്ങനെ
കൊച്ചിയിലെത്തി മക്കളെ, കൊച്ചിയിലെത്തി. അപ്പം അത്രയേ ഉള്ളൂ ഈ വീഡിയോ. ലവ് യു എല്ലാവർക്കും. താങ്ക് യു.